രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു എന്നുള്ളതാണ്. പ്രകാശ് കാരാട്ടിന്റെ മറുപടിക്ക് ശേഷം പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചു. ഐകകണ്ഠമായാണ് പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദീപക് ധർമ്മടം നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ദീപക്, പറയൂ. പ്രവിധ, രാഷ്ട്രീയ പ്രമേയത്തിന് പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകി കഴിഞ്ഞു. ഏകകണ്ഠമായി അംഗീകരിച്ചു. അതായത് നിരവധി ഭേദഗതികൾ നേരത്തെ തന്നെ വന്നു. അതിന് CC അംഗീകാരം നൽകിയിരുന്നു. CPIM-ന്റെ ഭാവി രാഷ്ട്രീയം എന്താണ് നിലപാട്, അത് കൃത്യമായി വ്യക്തമാക്കുന്ന ഡോക്യുമെന്റാണ്, രേഖയാണ് ഈ രാഷ്ട്രീയ പ്രമേയം. ഇത്രയും നാൾ അതിനെ കരട് രാഷ്ട്രീയ പ്രമേയം എന്നാണ് വിളിച്ചത്. പക്ഷേ എന്നാൽ അല്പം മുൻപ് ഈ വാർത്ത 24 ആണ് പുറത്തുവിടുന്നത്. രാഷ്ട്രീയ പ്രമേയത്തിന് അംഗീകാരം പാർട്ടി കോൺഗ്രസ് നൽകിയിരിക്കുന്നു. 8 മണിക്കൂർ നീണ്ട ചർച്ചയായിരുന്നു. കേരളത്തിൽ നിന്നും 8 പേർ പങ്കെടുത്തു. ഏതാണ്ട് 46 മിനിറ്റാണ് കേരളത്തിന് അനുവദിച്ച സമയം. KK രാഗേഷ്, മുഹമ്മദ് റിയാസ് തുടങ്ങിയ മുതിർന്ന കേരളത്തിലെ നേതാക്കൾ അതിൽ ആ ചർച്ചയിൽ പങ്കെടുത്തു. കേരളത്തിന്റെ രാഷ്ട്രീയ ബദൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പറഞ്ഞിരുന്നു. ഇതെല്ലാം ശേഷം ഈ ഡ്രാഫ്റ്റിന് അംഗീകാരം നൽകി കരട് രാഷ്ട്രീയ പ്രമേയം ഔദ്യോഗികമായി ഇനി പുറത്തേക്ക് വരുന്നു. രാഷ്ട്രീയ പ്രമേയത്തിന് അംഗീകാരം പാർട്ടി കോൺഗ്രസ് നൽകിയതോടുകൂടി. പ്രവിധ, ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ മധുരയിൽ നിന്ന് നൽകിയത്.